ഇന്നൊരു പാർട്സ് കറിയുടെ റെസിപ്പിയാണ്. ചിക്കൻ പാർട്സാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് വീണ്ടും ഒരു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളാക്കണം നിർബന്ധമില്ല, വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, കുരുമുളക് പൊടി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞതും വിനാഗിരി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഫ്രോസൺ ആണെങ്കിൽ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. വേവിക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടങ്ങ് കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞാൽ 3-4 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. വെള്ളം നല്ലപോലെ ഇറങ്ങും. ഇത് ഫ്രഷ് ആയതുകൊണ്ട് ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിലാണ് എടുത്തത്. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ അളവൊന്നും കൂടുതൽ വേണ്ട, പക്ഷെ നല്ല പഴുത്ത തക്കാളി ആയാൽ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും. അതുപോലെ നല്ലപോലെ ആ ഒരു ടേസ്റ്റ് തക്കാളിയുടെ അതിലേക്ക് ഇറങ്ങുകയും ചെയ്യും. കുറഞ്ഞ അളവിൽ മതി, നല്ല പഴുത്തതാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല എങ്കിൽ ചതച്ചതായാലും മതി. കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ആദ്യം തന്നെ എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളക് പൊടിയും പാർട്സിലിട്ടിട്ടുണ്ട്. ഈ ഒരു മസാലയുടെ കളറിനൊക്കെ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ പച്ചമണമെല്ലാം പോകണം. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാർട്സിൻ്റെ കറി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള പാർട്സ് കറി റെഡിയാണ്. ഇനി ഇത് കുറച്ച് ഗ്രേവി പോലെയാണ് എടുത്തത്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുത്താൽ നല്ല വരട്ടിയെടുക്കാവുന്നതുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. റൈസിൻ്റെ കൂടെയും അതുപോലെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല കോംബോ ആണ്, നല്ല ടേസ്റ്റുമാണ്. പാർട്സ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. ബൈ. താങ്ക് യു.